ഇന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. എന്തിനു പോന്നേന്ന് പറഞ്ഞു കൊടുത്തത്? ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങളൊരു വാഹനം നാട്ടിൽ സ്വന്തമായിട്ട് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കില് എത്ര വർഷമായിട്ട് ഞങ്ങൾ 5 ഏക്കറിന് എടുത്തിരുന്നിരിക്കുന്നത്. പല കസിൻസിനും വണ്ടിയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അടുത്ത് വണ്ടിയോ നാട്ടിൽ പോയി വാങ്ങിക്കാറില്ല. ഞാൻ വണ്ടി എടുക്കുന്ന 2 ഏക്കറിന് സങ്കടപ്പെടുന്നത്. ലക്ഷങ്ങൾ റെന്റ് കൊടുത്തിരുന്നത് നാളായിട്ട്. അതിപ്പോ ഞാൻ 2 ഏക്കർ എടുത്തത്. പക്ഷെ ഇപ്പൊ ഞാൻ എടുക്കില്ല, അത് വണ്ടി എനിക്ക് ആവശ്യമില്ലല്ലോ. പക്ഷെ ഇപ്പൊ മെയിനായിട്ട് വീട് പണിയുണ്ട്. അപ്പൊ അതിന്റെ കാര്യത്തിൽ നാട്ടിൽ പോകുമ്പോൾ വണ്ടിയില്ല. അപ്പോൾ വണ്ടിയില്ലാത്തൊരു ബുദ്ധിമുട്ട്. ഞാൻ മാത്രമല്ല 2-3 ഇന്ത്യ ട്രിപ്പ്, കാശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഒക്ടോബറിൽ. ഏപ്രിലിൽ കഴിഞ്ഞിട്ട്. സ്വന്തം പേരിലുള്ള വണ്ടിയെ കൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ പാസ് എടുത്ത് പോകുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ സ്വന്തം പേരിലുള്ള വണ്ടി ഇല്ലെങ്കിൽ കിടത്തിട്ടില്ല. ഞങ്ങൾ ലാസ്റ്റ് ടൈം നമ്മൾ സിക്കിമിൽ പോയപ്പോൾ തന്നെ അല്ലേ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. കാരണം ആ വണ്ടി എൻ്റെ ഫ്രണ്ടിൻ്റെ പേരിലായിരുന്നു. എൻ്റെ പേരിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു വണ്ടി എടുക്കാൻ തീരുമാനിച്ചു. ഞാൻ വണ്ടി ബുക്ക് ചെയ്തിട്ട് ഈ വണ്ടി ബുക്ക് ചെയ്തിട്ട് ഒക്ടോബറിൽ ഞാൻ ബുക്ക് ചെയ്തു. കഴിഞ്ഞ കൊല്ലം കിട്ടിയിട്ടില്ല. ഡിസംബർ ആവുന്ന പറഞ്ഞവര്. അതിപ്പോൾ ഒരു വണ്ടി വന്നു, സെയിം വേരിയന്റ് വണ്ടി വന്നപ്പോൾ പ്രീമിയം കൊടുത്തെടുത്തോണ്ട് വണ്ടി. സത്യം അത്രയ്ക്കും ഡിമാൻഡാണ്. ഏതാ വണ്ടി എന്നുള്ളത് കാണിച്ചു തരാം പിന്നീട്. അതിനിടയിൽ കയാൻ്റെ കുറച്ച് കുരുത്തക്കേടലുണ്ടാവേ മറ്റേ ജീരക മുട്ടായി വെച്ചിട്ട്. ഇത് മലബാർ എക്സ്പ്രസ് അല്ല? മലബാർ എക്സ്പ്രസ്സിൽ കറാമാൽ വന്നാൽ ഈ ഒരു സംഭവം ഞാൻ പുതിയ ഒരു ഇതെല്ലാം പഠിച്ചു. ഇങ്ങനെ ആക്കിയ ഗുഡ് ബൈ. ചാച്ചവിടെ ചാച്ച അതില്ല, ഇത് പഠിപ്പിച്ചു കൊടുത്തത് ചാച്ചാണ്. ബോളൻ ചാച്ചാന്ന്. ബോളൻ ചാച്ച. ബോളൻ ചാച്ച. നോ നോ നോ. ആച്ചിക്കു ആച്ചിക്കു ചാച്ച. ബംഗാളി ചാച്ച. നീനെ പാടൂ. അങ്ങനെ ഹോട്ടലിലുള്ളന്ന് കൗജാക്കിട്ട് അവനോട് പുറത്ത് കൊണ്ടുവന്ന് തിരുത്തി. ഇത് മലബാർ എക്സ്പ്രസ് കറാം. നല്ല കേട്ടോ ഫുഡ്. നല്ല അടിപൊളി തണുപ്പ് ഉണ്ട്. എന്ത് കഥയെന്ന് അറിയില്ല, നല്ല തണുപ്പ്. ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നില്ല. എന്ത് സംഭവം എന്ന് വെച്ചാല് നമ്മിപ്പോ വന്നത്രല്ലേ. അപ്പൊ ഞാനും കഴിഞ്ഞിപ്പോ വന്നതേ ഉള്ളൂ ഹോസ്പിറ്റലിൽ. സംഭവം അതെല്ലാം കഴിഞ്ഞിട്ട് വന്നത്രല്ല ദുബായിലേക്ക്. പിന്നെ ഒന്നാമത് ടിക്കറ്റിന് ഭയങ്കര ഫെയർ കൂടുതലാണ് ഇപ്പോൾ. പിന്നെ റിട്ടേൺ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരാനാണെങ്കിലും നോമ്പായതുകൊണ്ട് അതിനേക്കാളും ഡബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ ജയിച്ചാകെ പോകുന്നത് 3 ദിവസത്തേക്കാണ് ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്നുള്ളത് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ ചൊവ്വാഴ്ച, നാളെ ബുധനാഴ്ചയാണ് വണ്ടീൻ്റെ ഡെലിവറി. അപ്പോൾ എൻ്റെ ഇച്ച കാസർഗോഡ് നിന്ന് ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്താനായി. അപ്പോൾ അവിടെ റൂമെടുത്ത് സ്റ്റേ ആക്കും. അപ്പോൾ ജെയ്വിഷാന എയർപോർട്ടിലേക്ക് ഇച്ച കൂട്ടാൻ വേണ്ടിയിട്ട് പോകും. എന്നിട്ട് പിന്നെ കാറിൻ്റെ ഷോറൂമിലേക്കാണ് ഒരു ഡയറക്റ്റ് പോകുന്നത്. ജെയ്വിഷാവും ഇച്ചാവും. പിന്നെ ജെയ്വിഷാന അവിടെ ആക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇച്ച പിന്നെ നേരെ കാസർഗോഡേക്ക് പിന്നെയും പോകും. കാറിലാന്ന് തോന്നുന്നു, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ പെരുന്നാളിൻ്റെ ചൂരിദാറും കൂടി ഉണ്ട്. അപ്പോൾ അതും ഇച്ച ഇത് ജെയ്വിഷാനിൽ കൊടുക്കും. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ അതും ആയില്ലേ. അപ്പോൾ അങ്ങനെ 2:45 ജെയ്വിഷാന് ഫ്ലൈറ്റ്. പക്ഷെ 12:45 12:30 എയർപോർട്ടിലേക്ക് എത്തിയാൽ മതി. അങ്ങനെ ഇപ്പൊ നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ചെങ്കിലില്ലേ, മെട്രോയിൽ പോകാനാണ് പ്ലാൻ. എന്താന്ന് വെച്ചാൽ നമ്മളെ റൂമിന്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ജിജിക്കോ മെട്രോ സ്റ്റേഷനാണ്. അതിന്റെ കുറച്ച് ബാക്കിലായിട്ടാണ് ഞങ്ങളുടെ റൂം, അതായത് നമ്മൾ സ്റ്റേ ആക്കുന്നത്. അപ്പോൾ റോഡ് ഭയങ്കര തിരക്കുണ്ടാവും. പിന്നെന്താ വെച്ചാൽ ഒരു പാങ്ങല്ലേ, ടെർമിനൽ 3യിലേക്കാണ് പോകുന്നത്. അപ്പോൾ നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് മെട്രോ എത്തുന്നത്. അപ്പോൾ അതൊരു വേറെ വൈബല്ലേ. പിന്നെ കുറച്ച് സമയത്തിനുള്ളിൽ നിൽക്കാം, പിന്നെ റിട്ടേൺ ആയി തന്നെ വരാം. പിന്നെ വെറുതെ ടാക്സിക്ക് കൊണ്ടാലോ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ.
ഇൻഷാല്ല പിന്നെ ആ ടൈം ആകുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ കയ്യാൻ ഉറങ്ങിയാലും പിന്നെ നമ്മളെ പ്ലാൻ പോയിട്ട് ജീവിച്ചാൽ പിന്നെ ടാക്സിയിൽ തന്നെ പോകേണ്ടി വരും. ഇൻഷാല്ല ഞാൻ കഴിഞ്ഞിട്ട് പെരുന്നാളെ കഴിഞ്ഞിട്ടായിട്ട് നാട്ടിലേക്ക് പോകാൻ പ്ലാൻ. അപ്പോൾ ജീവിച്ചാൻ്റെ സാധനമെല്ലാം ജീവിച്ചെടുത്തേച്ച്. പക്ഷേ ഞാനും കയ്യാനും പോകുന്നില്ല. എന്ത് സംഭവം വെച്ചാൽ കയ്യാൻ നല്ല ഉറക്കം വന്നു. അപ്പോൾ കയ്യാൻ്റെ ഡ്രസ്സെല്ലാം നമ്മൾ ചേഞ്ചാക്കി സ്ലീപ്പാക്കുന്നത്. അവിടെ ഇപ്പോൾ ഉനക്ക് എടുത്തിട്ടുണ്ടേന്. എന്താണ് അങ്ങനെ പോവാൻ റെഡിയായി അല്ലേ? കരക്കരി ഉണ്ടാവും. ഓടാ നല്ല സന്തോഷത്തിലുണ്ട്. വണ്ടി കിട്ടുന്നല്ലേ? ട്രിപ്പ് ഒരു മൈൻഡിക്കുണ്ട്. ഞമ്മ ഇല്ലാത്ത ട്രാക്ക് ചെയ്യട്ടോ എവിടെയൊക്കെ പോകുന്ന അറിയാൻ പറ്റും. നാട്ടില് എല്ലാ ഭാര്യമാരും നിങ്ങളെ ഭർത്താവുമാർക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കുക. എവിടൊക്കെ ഉണ്ട്, എവിടെ എന്തൊക്കെ ഒക്കെ അതിൽ മയക്കും കിട്ടില്ല ഒക്കെ അറിയാൻ പറ്റും. എല്ലാ ഭാര്യമാരും ഭർത്താവിന് ഇത് അയച്ചിട്ട് അറിയാൻ പറ്റില്ല. പിന്നെ അയച്ചത് ഇത് ചാർജ് ഇങ്ങനെ ബാറ്ററി ഇടാം, ഇങ്ങനെ കൊളുത്തി വെക്കാം, ബാറ്ററി ആയി കയ്യില് വാച്ചും കെട്ട. വാങ്ങിച്ചോട്ടോ. പിന്നെ കണ്ണാടി വിൽക്കുന്നുണ്ട് ഇഷ്ടം പോലെ. ബട്ടൺ ഫുൾ ആയിക്കറോ അപ്പൊ നല്ല പാണ്ടാവും. എന്ത് പൈസ പോക്കണം. അതന്നെ വെക്കണ്ട വെറുതെ അതൊക്കെ. ഞങ്ങളെ കൂട്ടാണ്ട് പോകുന്നുണ്ട്. ഞങ്ങൾ ഇല്ലാത്ത 2ാമത്തെ ട്രിപ്പ് അല്ലേ? ഞങ്ങളെ കൂട്ടാത്ത 2ാമത്തെ ട്രിപ്പ്. ഓക്കെ, അപ്പോ ഇതാണ് നമ്മളുടെ വണ്ടി. ഇവിടെ വേറെ വണ്ടിയും കൂടിയും കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് ഡെലിവറിക്കുള്ള വണ്ടിയാണിത്. ഇതിപ്പോ TP ആയിട്ടുണ്ട്. വൈറ്റ് ആണ് ഇത് സൂക്ഷിക്കുന്നത് ആക്ച്വലി. ഭയങ്കര ഡിമാൻഡാണ് ഈ വണ്ടിക്ക്. കിട്ടാനില്ല വണ്ടി. വൈറ്റും ഭംഗിയുണ്ട്, പക്ഷെ എനിക്ക് ബ്ലാക്കാണ് ഇഷ്ടപ്പെട്ടത്. ഇത് 4x4 അല്ല, ഇത് 4x4 വണ്ടി. Welcome to my party, we're just getting started. A life is a dream or a nightmare scarring. Hand me a drink cause I think I'm going all in. Get me a shrink who can catch me when I'm falling. Cover up my scars, flip the handlebars. Crashing in my car, wake up in a bar. I'll be a superstar, just on my avatar. This world is so bizarre, empty out